ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസത്തെ ഒരു വീഡിയോ കണ്ടാലോ? ഇന്ന് അത്യാവശ്യം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ മടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ദിവസം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലുമൊക്കെ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണല്ലേ. ഞാൻ ഇന്നലെ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് കടിയെന്ന് ആലോചിച്ചിട്ട് ഇന്ന് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് ഞാൻ രാവിലെ എന്നും കുടിക്കുന്ന ഒരു വെള്ളമാണ്. ഫ്ലാക്സ് സീഡിൻ്റെ പൗഡർ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ രാവിലെ ഒന്നും കുടിക്കലുണ്ട്. ഇത് നമ്മളെ വെയിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. വെള്ളം നല്ല ചൂടായതുകൊണ്ട് ഞാനതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ ദോശയ്ക്കുള്ള ചട്നി ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ ചായക്കും കൂടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചിരവെടുത്ത് വെച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, പൊന്നൂരിന്ന് ചോറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂൾക്ക്. സാധാരണ ഓളെന്നും ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ലഞ്ചിനും കൊണ്ടുപോകല്. എന്താ ഡപ്പത്തിന് നീച്ച് ഓനിന്ന് ഇത്ര പെട്ടെന്ന് നീച്ചു വരുന്നത് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാനൊന്നും ഒരു പരിപാടി നടക്കൂല എന്ന് വിചാരിച്ചതേനു. ഒരുവിധം എല്ലാ വീട്ടിലത്തെ അവസ്ഥയും ഇതൊക്കെ തന്നെ ആവില്ലേ. ഇവിടെ ഡെയിലി തന്നെ അവസ്ഥ. ഇപ്പം നമുക്ക് ഈ ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യങ്ങളൊക്കെ ആവും ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യാൻ പോണ കാര്യങ്ങളും. അതായത് ഉമ്മച്ചിൻ്റെ അടുത്തേ ഉറങ്ങുള്ളൂ, ഉമ്മച്ചി എന്നാലേ ഫുഡ് കഴിക്കുള്ളൂ, ഉമ്മച്ചില്ലാതെ ഞാൻ പോവില്ല എന്നൊക്കെ പറയുന്ന കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. ഓലൊറ്റക്ക് കടന്നുറങ്ങും, ഒറ്റക്ക് ഫുഡ് കഴിക്കും. പറഞ്ഞു തീരാത്ത കഥകളും പരിഭവങ്ങളൊന്നും അന്ന് ചിലപ്പോൾ ഓൽക്ക് ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു വലുതാവണ്ട, കുട്ടികളായിട്ട് തന്നെ നമ്മളപ്പോൾ ഉണ്ടായാൽ മതി എന്നൊക്കെ. പക്ഷെ അതങ്ങനെയല്ലല്ലോ. അപ്പോൾ നമുക്കില്ല സമയത്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. ഞാനിന്നും രാത്രി തന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കലുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി എഡിറ്റിങ്ങും വോയിസ് എടുക്കലൊക്കെ കാരണം എനിക്കതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല.
ഇവിടെ ഒരാൾ പതിവ് പോലെ ഉറങ്ങുകയാണ്. സ്കൂളില്ലോണ്ട് ഒരു 9 മണിയാകുമ്പോൾ അവളെ വിളിക്കും. ഇത് പൊന്നൂൻ്റെ ഒരു കലാവിരുദ്ധാണ്. കുറച്ച് ദിവസമായിട്ട് പറയണത് ബ്രൗണിൻ്റെ പുറത്ത് ഡയറി മിൽക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ സ്കൂൾക്ക് കൊണ്ടുപോകണമെന്ന്. ബ്രൗണി ഞാൻ 2 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചതായിരുന്നു. അങ്ങനെ അവളെ ലഞ്ച് പാക്ക് ചെയ്യാൻ പോവാണ്. ചോറൊക്കെ അവൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുള്ളൂ. അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കൂട്ടാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ചോറ് കൊണ്ടുപോകുള്ളൂ. ഇന്നിപ്പോൾ ചമ്മന്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലുമൊക്കെ കൊടുന്നിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഇവിടെ ഒരു ഭാഗത്ത് കലാപരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ചിരി ഉണ്ടല്ലോ, ഇതൊരു സോപ്പിടലിൻ്റെ ഭാഗമാണ്. എന്തൊക്കെ വേണമെന്ന് പറഞ്ഞോക്ക് ചില്ലറ പൈസ വേണമെന്ന്. അപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാവില്ലേ ഇതുപോലെ അടുക്കളയിൽ മാറ്റി വെച്ച കുറച്ച് ചില്ലറ പൈസകൾ. ഇതൊക്കെ ഓലെന്നെ കൊടുന്നിടുന്നതാണ്. അതേപോലെ ഓലെന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഓൻ്റെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് എനിക്ക് പുറത്ത് കുറച്ച് പരിപാടികളുണ്ട്. പൊന്നു ഈ പോകാൻ നിൽക്കുന്ന നേരത്തെ ഞാൻ അതിനൊക്കെ ഇറങ്ങലുള്ളൂ. നേരത്തെ വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ദേഷ്യമാണ് കേട്ടോ ഈ കാണുന്നത്. 2 ആൾ 2 സ്കൂളിലായതുകൊണ്ട് എനിക്ക് രാവിലത്തെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. 2 ടൈം ആയതിൻ്റെ പ്രശ്നമാണ്. സ്കൂൾക്ക് കൊണ്ടുവിടൽ വാപ്പയാണ്, തിരിച്ച് കൊണ്ടുവരൽ ഞാനും. അങ്ങനെ മോള് താഴത്തേക്ക് പോവുകയാണ്, അതായത് തറവാട്ടേക്ക് പോവുകയാണ്. മോള് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റ് അടിച്ചുവരലും തുടക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് ആണ് കേട്ടോ ഞാൻ അടുക്കളയ്ക്ക് വന്നിരിക്കണം. ഇനി ഞാൻ ഉച്ചയ്ക്ക് വേറെ ഇന്ന് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. തലേന്നത്തെ ബാക്കിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനതൊരു ചിക്കൻ കൊണ്ടൊരു റൈസ് ഉണ്ടാക്കുകയാണ്. സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ ഉച്ചക്കൊക്കെ ഇങ്ങനെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യലാണ്. എന്നത്തെയും കാര്യമല്ല പറയണത്, കാര്യമായിട്ട് കൂട്ടാനും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് ഞാൻ ചിക്കൻ കൊണ്ടുവരുമ്പോൾ അതിലത്തെ ബ്രസ്റ്റ് പീസ് ഉണ്ടാവുമല്ലോ, അത് കുട്ടികളൊന്നും കഴിക്കൂല. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നതാണ്. എമിന് ഇങ്ങനത്തെ ഫുഡൊന്നും ഇഷ്ടമല്ല. ഓന് സാധാ ഫുഡ് തന്നെയാണ് താല്പര്യം. ഓനത് കൊടുത്തുകൊണ്ട് ഓനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിച്ചിട്ട് ആക്കൂല. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നതാണ്. എമിന് ഇങ്ങനത്തെ ഫുഡൊന്നും ഇഷ്ടമല്ല. ഓന് സാധാ ഫുഡ് തന്നെയാണ് താല്പര്യം. ഓനത് കൊടുത്തുകൊണ്ട് ഓനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിച്ചിട്ട് വേണം ഓനെ ഉറക്കാൻ. അങ്ങനെ ഓൻ്റെ ഉറക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഈവനിങ് ആയി, കിങ്ങോനെ കൊണ്ടുവരാനായി. ഇത് ഞാൻ തലേന്ന് കലത്തപ്പം ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ബാലൻസ് വന്നൊരു മാവാണ്. അപ്പം അത് വെച്ചിട്ട് ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കിയതാ. പക്ഷെ സാധനം അടിപൊളിയായിരുന്നു. ചിൽഡ്രൻസ് ഡേ എന്താണ്?
ഏത് വൈകുന്നേരം അങ്ങനെ രാത്രിക്കത്തെ ഫുഡ് കഴിക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടന്നു കേട്ടോ. ഇനി അടുത്തൊരു ദിവസത്തെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.